ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്കെതിരെ കോൺഗ്രസ് പ്രതിഷേധം ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയാണ്. അതിലേക്ക് ഹൈക്കോടതി പ്രശ്നത്തിൽ സജീവമായി ഇടപെട്ടതുകൊണ്ട് 2025 ശേഷം നടത്തിയതിൽ നടപടിക്രമങ്ങൾ ചിലത് പാലിച്ചിട്ടാണ് മുന്നോട്ട് പോയി ഹൈക്കോടതിയെ ഭയപ്പെട്ടുകൊണ്ട്. പക്ഷെ അവിടെയും ദേവസ്വം ബോർഡ് മനഃപൂർവ്വമായി ചെയ്ത 2-3 കാര്യങ്ങളുണ്ട്. പുണ്യം പൂങ്കാവനം പദ്ധതിയിലുണ്ടായ ക്രമക്കേടിന്റെ പേരിൽ ADGPയുടെ ഒരു അന്വേഷണം നടന്നു. അത് ഹൈക്കോടതിയുടെ അന്വേഷണമായിരുന്നു. ആ അന്വേഷണത്തിൽ കൃത്യമായിട്ടും ഈ പോറ്റി വിശ്വസിക്കാൻ കൊള്ളുന്നവരല്ല, ഷേഡി ക്യാരക്ടറാണ്, ഇദ്ദേഹത്തിന്റെ ഇടപാടുകൾ സംശയകരമാണ്. അതുകൊണ്ട് ഈ ഇടപാടുകളിൽ വലിയ വെട്ടിപ്പും തട്ടിപ്പും നടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള വിവരം ADGPയുടെ റിപ്പോർട്ടിനകത്തുണ്ട്. ആ റിപ്പോർട്ട് ഫെബ്രുവരി മാസം 28 ഹൈക്കോടതി സർക്കാരിന് നൽകിയതാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കുറിച്ചുള്ള ഒരു റിപ്പോർട്ട് ഷേഡി ക്യാരക്ടറാണ്, പച്ച മലയാളത്തിൽ ഭാഷയിൽ പറഞ്ഞത് കള്ളനാണ് എന്നുള്ള റിപ്പോർട്ട് ഹൈക്കോടതി കേരള സർക്കാരിനെ ഏൽപ്പിച്ചത് ഫെബ്രുവരി 28 സർക്കാർ എന്തെങ്കിലും നടപടിയെടുത്തോ? ദേവസ്വം ബോർഡ് നടപടിയെടുത്തോ? ദേവസ്വം ബോർഡ് എടുക്കില്ല. കാരണം 2019 തന്നെ ദേവസ്വം വിജിലൻസ് പറഞ്ഞിട്ടുണ്ട്, ഇദ്ദേഹം ക്രെഡിബിലിറ്റി ഇല്ലാത്ത, വിശ്വസിക്കാൻ പറ്റാത്ത ആളാണ് എന്ന് ദേവസ്വം വിജിലൻസ് തന്നെ ദേവസ്വം ബോർഡിന് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഉയരുന്ന ചോദ്യം, ദേവസ്വം വിജിലൻസ്, ഹൈക്കോടതി നിശ്ചയിച്ച ADGP ഇവരൊക്കെ കൊടുക്കുന്ന റിപ്പോർട്ടുകൾ പൂർത്തിവെക്കപ്പെടുന്നു, അത് പുറത്തു വരരുത് എന്ന് നിർബന്ധ ബുദ്ധി ഉണ്ടാകുന്നു, അതിൽ നടപടി ഉണ്ടാകരുത് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുന്നു. ഇതാരാണ് ചെയ്തത്? ഇതാർക്കാണ് ചെയ്യാൻ കഴിയുക? ഒരു വിജിലൻസ് ദേവസ്വം റിപ്പോർട്ട്, ADGP റിപ്പോർട്ട് അത് പൂർത്തിവെക്കണമെങ്കിൽ നിങ്ങൾ ധരിക്കുന്നുണ്ടോ സർക്കാർ അറിയാതെ സംഭവിക്കുമെന്ന്? മന്ത്രി അറിയാതെ, സർക്കാർ അറിയാതെ സംഭവിക്കുമെന്ന്? ഇതൊരു കാരണവശാലും സംഭവിക്കില്ല. സർക്കാരിന്റെ അറിവോടുകൂടിയും സർക്കാരിന്റെ മുന്നിൽ കൃത്യമായിട്ട് അറിയാം, വളരെ ഷേഡി ക്യാരക്ടറായിട്ടുള്ള സാമ്പത്തിക തട്ടിപ്പുകൾക്ക് സാധ്യതയുള്ള ഒരാളിനെയാണ് ശബരിമലയിലെ സ്വത്തുക്കൾ ഏൽപ്പിച്ചിരിക്കുന്നത് എന്നറിയാവുന്ന സർക്കാർ ഹൈക്കോടതി ഇടപെടുന്നത് വരെ, അതും കർശനമായ ഭാഷയിൽ ഇടപെടുന്നവരെ ഒരു നടപടിയും സ്വീകരിക്കാതിരുന്നത് കള്ളന് ചൂട്ടുപിടിക്കുകയായിരുന്നില്ലേ എന്ന ചോദ്യം എന്ത് മറുപടി പറയാനുണ്ട് മിസ്റ്റർ പിണറായി? പിണറായി വിജയനോട് പലപ്പോഴും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ദൈവങ്ങളോട് കളിക്കരുത് എന്ന്. അത് കളിച്ചാൽ അത് അവസാന കളിയായിട്ട് മാറുമെന്നുള്ളത് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മളൊക്കെ അമ്പലത്തിൽ പോകുന്നത് പ്രാർത്ഥിക്കാനും തൊഴാനും ഒക്കെ ആണെങ്കിൽ ദേവാലയങ്ങളിൽ പ്രാർത്ഥനയിലും വിശ്വാസമില്ല, തൊഴുന്നതിലും വിശ്വാസമില്ല, പിന്നെ അമ്പലത്തിൽ പോകുന്നത് ദേവന്റെ സ്വത്തിൽ കണ്ണുവെക്കാൻ മാത്രമാണെങ്കിൽ അതിന്റെ പരിണിത ഫലമാണ് ഈ സംഭവങ്ങൾ എന്നുള്ളത് നമുക്ക് പറയേണ്ടതായിട്ട് വരും. പിണറായി സർക്കാരിന്റെ മടിയിൽ നല്ല കനമുണ്ട്. അതുകൊണ്ടാണ് അന്വേഷണം ആവശ്യപ്പെടുമ്പോൾ അന്വേഷിക്കാൻ തയ്യാറാകാത്തത്. അതുകൊണ്ടാണ് പ്രതിപക്ഷം നിയമസഭയിൽ ഈ വിഷയം ഉന്നയിക്കുമ്പോൾ പ്രതിപക്ഷത്തെ തകർക്കാൻ ശ്രമിക്കുന്നത്, സസ്പെൻഡ് ചെയ്ത് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്. മടിയിൽ കനമുള്ളവനെ ഭയപ്പെടേണ്ട കാര്യമുള്ളൂ. പക്ഷെ ഇവിടെ ഒരു വ്യത്യാസം, പിണറായിയുടെ സർക്കാരിന്റെ മടിയിലെ കനത്തിൽ വലിയൊരു പങ്ക് ദേവന്റെ സ്വത്ത് കട്ട ധനമാണ് എന്നുള്ളത്